يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അങ്ങേയറ്റത്തെ വിശുദ്ധമായ ദിനരാത്രങ്ങളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. പലപ്പോഴും റമളാനിൽ അതിൻ്റെ രാവും പകലും വളരെ ശ്രേഷ്ഠതയോടെ കാണുകയും അതിൻ്റെ മര്യാദകളെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ അതിന് തുല്യമോ അതിനേക്കാൾ ഉപരിയോ ആയി അങ്ങേയറ്റം ശ്രേഷ്ഠമായ ദുൽഹിജ്ജ മാസത്തിലെ അതിശ്രേഷ്ഠമായ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങളിലും സത്യവിശ്വാസികൾ റമളാന്റെ ദിനരാത്രങ്ങളെ ആദരിച്ചതുപോലെ തന്നെ ഈ ദിവസങ്ങളെയും പ്രത്യേകമായി ആദരിക്കാനും അവയിൽ ധാരാളം അമല് സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ട ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. വിശുദ്ധ ഖുർആൻ അതിനെ പ്രത്യേകം പരാമർശിച്ചത് കാണാം. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ആ വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് قال الإمام ابن جرير الطبري رحمه الله. ഇമാം ഇബ്നു ജരീർ ത്വബരി റഹ്മഹുല്ല ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വലയാലിൻ അശ്ർ എന്ന് പറയുന്ന സൂറത്ത് ഫജ്റിലെ 2-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയാണ്, ഹിയ ലയാലി അശ്രി ദിൽഹിജ്ജ. ഇതുകൊണ്ട് ഉദ്ദേശം ദുൽഹിജ്ജയിലെ 10 രാവുകളാണ്.
ലിഇജ്മാഇൽ ഹുജ്ജതി മിൻ അഹ്ലി തഅവീൽ അലൈഹി. മുഫസ്സിറുകൾ എല്ലാം ആ വിഷയത്തിൽ അവർക്കിടയിൽ ഏകോപനമുണ്ട്, ഇജ്മാ ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മുഫസ്സിറുകളെല്ലാം വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ ആ 10 രാത്രിയെ പിടിച്ച് റബ്ബ് സത്യം ചെയ്ത രാത്രി എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജയാണ്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളാണ് എന്ന് തഫ്സീറുകളിലെല്ലാം ഒരുപോലെ മുഫസ്സിറുകൾ യോജിച്ച് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആൻ പരാമർശിച്ച ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ പരാമർശിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മാ മിൻ അയ്യാമിൽ അമൽ, മാ മിൻ അയ്യാമിൻ, ഒരു ദിവസവും ഇല്ല, അള്ളാഹുവിൻ്റെ റസൂല് പറയാ, ഒരു ദിവസവുമില്ല, അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസത്തിൻ്റെ അത്ര നമ്മൾ സൽക്കർമ്മം അനുഷ്ഠിച്ചാൽ അള്ളാഹു അങ്ങേയറ്റം സ്നേഹിക്കുന്ന വേറെ ഒരു ദിവസവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അയ്യാമുൽ അശ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയാം. ആ ദിവസത്തെ അമൽ സ്വാലിഹാത്ത്, ആ ദിവസത്തെ സുന്നത്ത് നമസ്കാരം, ആ ദിവസത്തെ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ, ആ ദിവസത്തെ സുന്നത്ത് നോമ്പുകൾ, ആ ദിവസത്തെ സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളൊക്കെ തന്നെ പടച്ചവന് മറ്റു ദിവസങ്ങളിൽ ആ സൽക്കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ നമ്മളോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്താൽ. അത്ര ഇഷ്ടമാണ്, വേറൊരു കർമ്മമില്ല. ഈ 10 ദിവസത്തിൽ അനുഷ്ഠിക്കുന്ന അമൽ സ്വാലിഹാത്തുകളേക്കാൾ വലിയ ഒരു കർമ്മം വേറെ ചെയ്യാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ഖാലു, സഹാബത്ത് ചോദിക്കണം, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദും ഈ 10 ദിവസത്തിൽ അതിനേക്കാൾ പിന്നെ താഴെയാണോ എന്ന് സഹാബികൾ ചോദിക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അതെ, ഈ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം പോലും ജിഹാദ് പോലും ഈ 10 ദിവസം ഉണ്ടല്ലോ, ഈ 10 ദിവസത്തെ അമൽ സ്വാലിഹാത്തിന്റെ അത്ര വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈഇൻ, ഏതൊരാളൊഴികെ തൻ്റെ മുഴുവൻ ധനവും ശരീരവുമായി യുദ്ധത്തിന് പുറപ്പെട്ടു, തിരിച്ചിങ്ങോട്ട് വന്നില്ല, അവൻ്റെ ശരീരവും വന്നില്ല, അവൻ്റെ ധനവും വന്നില്ല, ആ ഒരു മുജാഹിദല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം ഈ ദിവസത്തിൻ്റെ ഈ ശ്രേഷ്ഠമായ ദിനങ്ങളുടെ അമൽ സ്വാലിഹാത്തുകളാണ് അതിനേക്കാളെല്ലാം മുന്തി നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാം. നോക്കൂ, ജിഹാദിൽ തന്നെ സ്വന്തം നഫ്സ് കളഞ്ഞ, സ്വന്തം ധനം കളഞ്ഞ് ഇങ്ങോട്ട് മയ്യത്താണ് തിരിച്ചു വന്നത്. അങ്ങനെ വന്ന ഒരു മുജാഹിദായ, ഒരു ജിഹാദ് ചെയ്ത ഒരുത്തൻ, അവനല്ലാത്ത ബാക്കി എല്ലാവരും ഈ ദിവസം അവരൊക്കെ അതിജയിച്ചിരിക്കുന്നു ഈ ദിവസത്തിന്റെ അമൽ സ്വാലിഹാത്തുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വീണ്ടും റസൂലുള്ളാഹി പഠിപ്പിച്ചത് കാണാം, ഇമാം ബസ്സാർ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും അഫ്ളലായ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശ്ർ, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസം, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ദിവസം, ഈ ദിവസമാണ് ദുനിയാവിന് പടച്ചവൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാക്കി മാറ്റിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പണി റസൂലുള്ള പറഞ്ഞത്, ഫഅഖ്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വതംഹീദ്, നിങ്ങൾ ഈ ദിവസം ധാരാളം ദിക്റുകൾ ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയുക, അതുപോലെ തന്നെ തക്ബീർ ചൊല്ലുക, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക, വതംഹീദ് അല്ലാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ പറയുക, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വാസി ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമല, സദാസമയം, ഏത് സമയമെന്നില്ല, തക്ബീർ ചെല്ലാൻ, തഹ്ലീൽ ചെല്ലാൻ, തംഹീദ് ചെല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ, അൽഹംദുലില്ലാഹ് ചെല്ലാൻ, അതുപോലെ തന്നെ തക്ബീർ ചെല്ലാൻ, നമുക്ക് അതിനനുയോജ്യമായ ഏത് ഇടങ്ങളിലും വിശ്വാസി ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഈ ദിവസത്തിൽ വേണം നിങ്ങൾ സമ്പാദിക്കാൻ. റമളാൻ പോലെ വിശ്വാസിയുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട 10 ദിവസങ്ങളാണ് ദുൽഹജ്ജ്. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് അത് വരാറില്ല, നമ്മുടെ ശീലങ്ങളിൽ അതില്ല. നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യലുണ്ടോ ഈ 10 ദിവസങ്ങളിൽ? എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഈ 10 ദിവസങ്ങളിൽ?
നിങ്ങൾ മനസ്സിലാക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അയ്യാമുൽ അശ്ർ. റമളാൻ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, നമ്മളെ വീട്ടിൽ ഒരുക്കങ്ങളുണ്ട്. നമ്മളെ കുഞ്ഞുങ്ങൾക്കറിയാം, നമ്മളെ കുട്ടികൾക്കറിയാം. ചെറിയ കുട്ടി പൈതൽ പോലും നോമ്പ് എന്ന് പറഞ്ഞാൽ, റമളാൻ എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ഒരു മാസമാണ്, വിശിഷ്ടമായ ഒരു ദിവസമാണ്. ധാരാളം അമല് സ്വാലിഹാത്തുകൾ അധികരിപ്പിക്കുന്ന കുടുംബത്തെ കണ്ടിട്ടാണ് അവൻ ഉണരുന്നത്, ഉറങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ 10 എന്തെങ്കിലും ഒരു വ്യത്യാസം, എന്തെങ്കിലും ഒരു വ്യത്യാസം സാധാരണ ദിവസത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ദുൽഹജ്ജ് 10 എന്ന് പറഞ്ഞാൽ വിശിഷ്ടപ്പെട്ട 10 ദിനങ്ങളാണ്. ആ ദിനങ്ങളിൽ എൻ്റെ കുടുംബം പ്രത്യേകം ഒരുങ്ങുന്നത്, എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ പ്രത്യേകം ഒരുങ്ങുന്നത്, ഉണരുന്നത് ഞാൻ കാണാറുണ്ട് എന്നൊരു കുട്ടിക്ക് പറയാൻ പറ്റുമോ? ഈ ദിവസത്തെ നമ്മൾ പാടെ വിസ്മരിച്ചു കളഞ്ഞു. ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ തീരെ നമ്മൾ കളഞ്ഞു. മനുഷ്യൻ അമൽ സ്വാലിഹാത്തുകൾ ഉണ്ടാക്കാൻ ഏറ്റവും അഫ്ളലായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലെ ദാനധർമ്മം. മറ്റു ദിവസങ്ങളെ പോലെയല്ല. റബ്ബ് സുബ്ഹാനഹു വതആല അത് വിശിഷ്ടമായി ധാരാളം പ്രതിഫലം തന്ന് ആദരവോടുകൂടി റബ്ബ് സുബ്ഹാനഹു വതആല ഈ ദിനങ്ങളിലെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കും. അപ്പൊ നമ്മൾ ഈ ദിനങ്ങളിൽ ഒരു ദാനധർമ്മത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നവാഫിലുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഐച്ഛികമായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ്. തക്ബീറുകൾ വർദ്ധിപ്പിക്കാൻ, തഹ്ലീലുകൾ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ കുടുംബത്തെ നമ്മോടൊപ്പം ഇരുത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ 10 ദിവസങ്ങൾ ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത് യാതൊരു ശ്രദ്ധയുമില്ലാതെയാണ്. ആകെ അവന് ശ്രദ്ധ വരുന്ന അറഫാ നോമ്പെടുക്കാൻ. ആ ദിവസം അവർക്ക് ഈ 10 ദിവസത്തിലെ 9ാമത്തെ ദിവസം ഓർമ്മ വരും. യൗമുൻ നഹർ അവനെ ഓർമ്മ വരും. ഏതാ? പിന്നെ ബലിപെരുന്നാളിന്റെ ആ 10ാമത്തെ ദിവസം പെരുന്നാൾ ആഘോഷിക്കും. ഈ 2 ദിവസമല്ലാതെ ഈ 10 ദിവസം വിശുദ്ധ ഖുർആൻ പരാമർശിച്ച വലയാലിൻ അശർ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിനമെന്ന് പറഞ്ഞ ഈ ദിനത്തെ എന്തെങ്കിലും ഒരു ആദരവോടെ നമ്മുടെ കുടുംബത്തിൽ സ്വീകരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വയാലോചിക്കണം. മിക്ക മുസ്ലിം വീടുകളിലും ഈ 10 ദിവസത്തെ പറ്റി അശ്രദ്ധമായ രൂപത്തിൽ സാധാരണ ദിവസങ്ങൾ പോലെയാണ് പോവുക. നോമ്പില്ല. ആകപ്പാടെ നമ്മൾ വിചാരിച്ചത് നോമ്പ് ഈ പറയുന്ന അറഫാ നോമ്പ് മാത്രമാണെന്ന്. അല്ല, 1 മുതൽ 10 വരെ നോമ്പെടുക്കാം. 1 മുതൽ 10 വരെ നോമ്പെടുക്കാം. ഇടവിട്ട് നോമ്പെടുക്കാം. കഴിയുന്ന ദിവസങ്ങളിൽ നോമ്പെടുക്കാം. അങ്ങനെ നമ്മുടെ ദിനരാത്രങ്ങൾ അള്ളാഹുവിനുള്ള ആരാധനയിൽ കുടുംബത്തെ വിളിച്ചുണർത്തിയിട്ട് രാത്രി നമസ്കരിക്കാം. നമ്മൾ കുടുംബം മനസ്സിലാക്കണം. റമളാൻ പോലത്തെ എൻ്റെ ജീവിതത്തിലെ അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസമാണ് ഇത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുകയും അങ്ങനെ മക്കൾ വളരുകയും അങ്ങനെ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായിട്ട് നമ്മൾ മാറണം. ദുൽഹജ്ജ് 10 ഇനി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അടുത്ത ദുൽഹജ്ജ് 10 നമ്മൾ തീരുമാനമെടുക്കണം. അടുത്ത ദുൽഹജ്ജ് 10 എൻ്റെ കുടുംബത്തിൻ്റെ മറ്റൊരു റമളാൻ പോലെ ഞാൻ പിന്നെ പ്രത്യേകമായി സ്വീകരിക്കുന്ന ഒരു 10 ദിനരാത്രങ്ങളായിരിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇനിയുണ്ടല്ലോ ദിവസം. ദുൽഹജ്ജ് തീർന്നിട്ടില്ലല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളിത് കുടുംബത്തിൽ സംസാരിക്കണം. നമ്മുടെ മക്കളെ വിളിച്ച് സംസാരിക്കണം. മോളെ ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ റബ്ബ് പടച്ച ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഈ കടന്നു പോകുന്നത്. മക്കളെ തക്ബീറുകൾ ധാരാളം ചൊല്ലണം, തഹ്ലീലുകൾ ചൊല്ലണം. മക്കളെ നിങ്ങൾ അള്ളാഹുവിനുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കണം, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, രാത്രി നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, കഴിയുന്നവരൊക്കെ നോമ്പ് നോക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ ഇനിയുള്ള ഏതാനും ദിവസം ഉണ്ടല്ലോ, ആ ദിവസങ്ങളിലായാലും നമ്മൾ ശ്രദ്ധിക്കണം. തൗബ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറയാൻ പറ്റിയ ദിവസമാണ്. അമലുകൾ വർദ്ധിപ്പിക്കാനും അമലുകൾ ധാരാളം ഉണ്ടാക്കാനുമുള്ള ദിവസമാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വഅന്ന ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യനെ സംബന്ധിച്ച് അവൻ സമ്പാദിച്ചതല്ലാത്ത ഒന്നും അവനില്ല.
ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എന്തെടുത്തു വെച്ചിട്ടുള്ളോ അവൻ സമ്പാദിച്ചത്, വഅന്ന സഅയഹു സൗഫ യുറാ, അവൻ പ്രവർത്തിച്ചത്, അവൻ സമ്പാദിച്ചത്, അധ്വാനിച്ചത് അതവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫാ, അതിന്റെ പ്രതിഫലം, ഉത്തമമായ പ്രതിഫലം ആ കർമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല അവന് കൊടുക്കുകയും ചെയ്യും. മനുഷ്യന്റെ പ്രയത്നത്തിന്റെ പ്രതിഫലം മനുഷ്യനുള്ളൂ. അധ്വാനിച്ചതിന്റെ, പണിയെടുത്തതിന്റെ പ്രയത്നം, പണിയെടുത്തതിന്റെ പ്രതിഫലം അത് മാത്രമേ നമുക്കുള്ളൂ. പണിയെടുക്കാത്ത പ്രതിഫലം ഇല്ല. പണിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പണിയെടുക്കാനാണ് നമ്മളെ പഠിച്ചത്, അല്ലാഹനെ ആരാധിക്കാൻ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാനല്ലാതെ മനുഷ്യരിൽ ഒന്നിനും ഞാൻ പഠിച്ചിട്ടില്ല, ജിന്നുകളിൽ നിന്നൊന്നിനും ഞാൻ പഠിച്ചിട്ടില്ല. പടച്ചോൻ ആരാധിക്കുക, അതാ ആ പണിയെടുക്കേണ്ടത്. ആ പണിയെടുക്കാനല്ലാതെ നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല ആ പണിക്ക് ഏറ്റവും പ്രതിഫലം നൽകുന്ന ദിവസമാണ് ഈ പറയുന്ന ദുൽഹജ്ജ് 10 ദിനങ്ങൾ. ദുൽഹജ്ജ് മൊത്തം പ്രതിഫലമാണ്. 10 ദിവസങ്ങൾ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു തആല ആ ദിനരാത്രങ്ങളിലെ സത്യവിശ്വാസിന്റെ അമൽ സ്വാലിഹാത്തുകളെ പ്രത്യേകം പരിഗണിക്കും. അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അമ്പിയാക്കന്മാരുടെ സ്വഭാവം എന്താ? നന്മയിലേക്ക് ധൃതിപ്പെടുന്നൊരു സ്വഭാവം. അമ്പിയാക്കന്മാരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത നന്മയിലേക്ക് ധൃതിപ്പെടാ. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. നബിമാരെ പറ്റിയിട്ട് പറയാ വിശുദ്ധ ഖുർആൻ, അവരെങ്ങനെയുള്ളവരായിരുന്നു? ഇന്നഹും, നിശ്ചയമായിട്ടും അവർ, കാനു അവരായിരുന്നു, യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിലേക്ക് ധൃതിപ്പെട്ട് മുന്നോടുന്നവർ. ധൃതിപ്പെട്ട് മുന്നോടാ, തിരക്ക് കൂട്ടിയിട്ട് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുന്നവരായിരുന്നു അവർ. വയദ്ഊനനാ റഗബൻ വറഹബൻ, നമ്മോട് അവർ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ഭയപ്പാടോടെയും അവർ ദുആ ചെയ്യും. വകാനൂ ലനാ ഖാശിഈൻ, അങ്ങേയറ്റത്തെ വിനയമുള്ളവരായി, ഒതുക്കമുള്ളവരായി, വിധേയത്വമുള്ളവരായി ജീവിച്ചവരായിരുന്നു അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാരുടെ സവിശേഷത പറഞ്ഞപ്പോൾ അല്ലാഹു എടുത്ത് പറഞ്ഞതാ. അവരുടെ ദുആ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ കൈ നീട്ടി മേലക്ക് പൊക്കി ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ ഒരാൾ ദുആ ചെയ്യും, ബാക്കിയുള്ളവർ ആമീൻ പറയുന്ന ഒരു പ്രക്രിയയല്ല അമ്പിയാക്കന്മാരുടെ ദുആ. അമ്പിയാക്കന്മാരുടെ ദുആ എന്ന് പറഞ്ഞാൽ ആ ദുആക്ക് ജീവനുണ്ട്. ആ ദുആ എന്ന് പറഞ്ഞാൽ ആ ദുആയിൽ അല്ലാഹുവിനെ പറ്റിയിട്ടുള്ള അപാരമായ പ്രതീക്ഷയുണ്ട്. ആ ദുആയിൽ അല്ലാഹുവിനെ പറ്റിയിട്ടുള്ള അങ്ങേയറ്റത്തെ ഭയമുണ്ട്. അതാണ് അവരുടെ ദുആ. പിന്നെയോ വകാനൂ ലനാ ഖാശിഈൻ, നമ്മോട് അങ്ങേറ്റം വിധേയപ്പെട്ട് വിനയപ്പെട്ട് കീഴ്പ്പെട്ട ഒരു വിഭാഗമായിരുന്നു അവർ. പടച്ചവന് വിരുദ്ധമായ, പടച്ചവന്റെ വെറുപ്പും ശാപവും ഏറ്റുവാങ്ങുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട വിധേയപ്പെട്ടവരായിരുന്നു. അക്കൂട്ടത്തിൽ അവർ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മ ഇങ്ങനെ ഉണ്ടെങ്കിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് വരും. നന്മ ഉണ്ടെങ്കിൽ അവർ ധൃതിപ്പെട്ട് മുന്നോട്ട് വരും. അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളോടും പറഞ്ഞത് തന്നെയാണ്. വിശ്വാസികളോട് പറഞ്ഞത് വസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിലേക്ക് നിങ്ങൾ മുന്നിട്ട് ധൃതിപ്പെട്ട് വരിക. വസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിലേക്ക് ധൃതിപ്പെട്ട് വരിക. ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. നിങ്ങൾ ദുനിയാവിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും, ഏത് അറ്റങ്ങളിൽ പറ്റിയിരുന്നാലും റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളൊക്കെ പിടിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ദിവസമുണ്ട്. ആ ദിവസം ഉള്ളത് കൊണ്ട് ആ ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്നത്, ആ ദിവസങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്നത് എന്താ? അമൽ സ്വാലിഹാത്ത് മാത്രമേ ഉള്ളൂ, സൽക്കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ, ഖൈറാത്തുകൾ മാത്രമേ ഉള്ളൂ. ആ ഖൈറാത്തുകൾ ധാരാളം ഉണ്ടാക്കാനുള്ള പണി അത് നിങ്ങൾ എടുത്തോളണം. ജീവിതത്തിൽ നന്മകൾ ധാരാളം ഉണ്ടാക്കുക. ആ ധാരാളം ഉണ്ടാക്കുക എന്ന പ്രക്രിയ ഈ ദുൽഹജ്ജിലൂടെ നമ്മൾ തുടങ്ങും. നമ്മളെ ജീവിതത്തിൽ അള്ളാഹു ശ്രേഷ്ഠമാക്കിയ മാസങ്ങൾ, അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ദിവസങ്ങൾ, ആ ദിവസങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കുക എന്ന പണി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് അമ്പിയാക്കന്മാരുടെ മാതൃകയാണ്. സത്യവിശ്വാസികളോട് അള്ളാഹു ആ മാതൃകകൾ പിൻപറ്റിക്കോളണം എന്നാണ് പറഞ്ഞത്. എന്നോട് നിങ്ങളോടൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞത് നിങ്ങളെ സ്വഭാവം എന്തായിരിക്കണം? നന്മ കണ്ടാൽ ധൃതിപ്പെട്ടതിലേക്ക് മുന്നിട്ട് വരിക, ബാക്ക് ചെയ്ത് പോവല്ല. ഏതെങ്കിലും ഒരു സ്വതക്ക ചോദിക്കുന്ന കണ്ടാൽ,
ഏതെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ സ്വതക്ക ചോദിക്കുന്ന കണ്ടാൽ ഇങ്ങനെ പിന്നിട്ട് മുഖം തിരിച്ചു പോകലല്ല പണി. എന്തെങ്കിലും ഒന്ന് അതിലേക്ക് മുന്നിട്ട് വരാ, ഹൈറിലേക്ക് മുന്നിട്ട് വരാ. ഇത് അമ്പിയാക്കന്മാരുടെ സ്വഭാവമായിരുന്നു. ഈ സ്വഭാവം സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു. അമൽ സമ്പാദിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ, രാവുകളിൽ, രാത്രികളിൽ നിങ്ങൾ അമലുകൾ സമ്പാദിക്കുന്നതിൽ മുഴുകിയിരിക്കണം എന്ന് റബ്ബ് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അള്ളാഹുവിന് വല്ല നഷ്ടമുണ്ടോ? അള്ളാഹ്ക്കൊരു നഷ്ടമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ, അള്ളാഹ് പറയാ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചുതരാ. സൂറത്ത് മുഅ്മിനൂന്റെ 99-100 ആയത്തുകൾ പരിശോധിക്കുക. മനുഷ്യൻ മരിക്കുന്ന ഒരു രംഗം, മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന ഒരു രംഗം, ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യൻ വിട പറയുന്ന ഒരു പച്ചയായ രംഗം, ഞാനും നിങ്ങളും അനുഭവിക്കാനുള്ള ഒരു രംഗം, മനുഷ്യന്മാർ നമുക്ക് മുൻപ് ജീവിച്ചിരുന്നവർ മുഴുവൻ അനുഭവിച്ച ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാ. ആ രംഗം ആലോചിച്ചിട്ട് ജീവിച്ചോളണം ദുനിയാവിൽ. ആ രംഗം ഉറപ്പായും സത്യമായും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ആ രംഗമുണ്ടല്ലോ, അനുഭവിക്കാനുള്ള ആ രംഗം ആലോചിച്ചിട്ട് ജീവിക്കണം. വിശുദ്ധ ഖുർആൻ പറയാ, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ, അവരുടെ മുഖാമുഖം മരണത്തിന്റെ മലക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ, ആ മലക്ക് അവരെ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ റൂഹിലേക്ക് മലക്ക് കൈ നീട്ടിക്കഴിഞ്ഞാൽ, ഖാൽ, അവൻ പറയും, റബ്ബിർജിഊൻ, പടച്ചോനെ എന്നൊന്ന് മടക്കിത്തരണേ. മനുഷ്യൻ പറയുന്ന പടച്ചോനെ എന്നൊന്ന് മടക്കിത്തരണേ. കാരണം അതുവരെ അവന് കാണാത്തത് പലതും കണ്ടു തുടങ്ങി, യാഥാർത്ഥ്യങ്ങൾ അവന് വെളിപ്പെട്ടു തുടങ്ങി. അവന്റെ കണ്ണിൽ ആ അല്ലാഹു സുബ്ഹാനഹു തആല ആ മറ നീക്കി അവന്റെ കണ്ണിൽ ഇതാ മലക്കിനെ അവൻ കാണുകയാണ്. എന്തിനാണ് ആ മലക്ക് വന്നത്? അവന്റെ റൂഹ് പിടിക്കാനാണ് വന്നത്. അവന്റെ നേരെ കൈ നീട്ടുമ്പോ ഉടനവൻ പറയും, റബ്ബിർജിഊൻ, പടച്ചോനെ എനിക്കൊരു അല്പം സമയം നീ മടക്കിത്തരണേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. അവനക്ക് ആവശ്യം എന്താ? മടക്കിത്തരണം എന്തിനാ? അവന്റെ വീടിന്റെ പണി തീർക്കാനാണോ? അവന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാനാണോ? അവന്റെ മക്കളെ കെട്ടിക്കാനാണോ? അവന്റെ ദുന്യവിയായ എന്തെങ്കിലും പ്ലാനിന് സമയം ബാക്കി വേണം, അതിനാണോ? അല്ല. അവൻ പറഞ്ഞത് എന്താ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ കുറെ സൽക്കർമ്മങ്ങളുണ്ട്. കുറെ ദുൽഹിജ്ജ 10 കഴിഞ്ഞുപോയി, കുറെ വിശുദ്ധ റമളാനുകൾ കഴിഞ്ഞുപോയി, വിശുദ്ധമായ ദിനങ്ങളും രാവുകളും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. അന്നൊന്നും അമലു സ്വാലിഹാത്തുകൾ എടുത്തു വച്ചില്ല. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച അമലു സ്വാലിഹാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരല്പ സമയം നീട്ടിത്തരണേ. അമൽ സ്വാലിഹാത്തിനെ പറ്റി അറിയണോന്നാണ്. ജീവിതത്തിൽ അള്ളാഹ് അവനെ പടച്ചത് എന്തിനാ? അമൽ സ്വാലിഹാത്ത് ചെയ്യാനാണ് എന്ന് അറിയണോന്നാണ്. അത് ചെയ്യാതെ മുടക്കി വെച്ചവനാണ്. അവന്റെ റൂഹമ്മൽക്ക് മലക്കിന്റെ കൈ സ്പർശിച്ചപ്പോഴാണ് അവന് ഓർമ്മ വന്നത്, ഞാൻ കുറെ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടല്ലോ, അത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താ? കല്ലാ ഇല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇത് നിന്റെ വെറും വർത്തമാനമാണ്, വെറുതെ പറയുന്നതാണ്. നിനക്ക് സമയം നീട്ടിത്തന്നാലും പഴയപടി ദുനിയാവിന്റെ ആസ്വാദനങ്ങളിലേക്ക് പോകും, അല്ലാതെ നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമ യബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ നിനക്കും ഇടയിൽ ഒരു മറയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാം. മടക്കി കൊടുക്കൂല. മനുഷ്യൻ ചോദിക്കുന്ന ഇമാം തൊബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചു. ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ആ രംഗത്തെപ്പറ്റി അദ്ദേഹം വിശദീകരിച്ചു. ഇദാ ആയനൽ മുഅ്മിനുൽ മലായിക, മലക്കുകളുണ്ടല്ലോ, മുഅ്മിനീനെ സമീപിച്ചിട്ട് അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് മലക്കുകൾ പറയും, ഖാലു, അവർ പറയും, നുർജിഉക ഇലദ് ദുനിയ, ഞങ്ങൾ ദുനിയാവിലേക്ക് നിന്നെ മടക്കി അയക്കട്ടെ എന്ന് ചോദിക്കും. ദുനിയാവിലേക്ക് നിന്നെ മടക്കി അയക്കട്ടെ. ആരെ? മുഅ്മിനിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത്, വിശ്വാസിയുടെ റൂഹ് പിടിക്കുന്ന സമയത്ത്, വിശ്വാസിയെ മരിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കും, എന്ത്? നുർജിഉക ഇലദ് ദുനിയ, ദുനിയാവിലേക്ക് നിന്നെ ഞങ്ങൾ മടക്കട്ടെ. ഫയഖൂൽ, ആ സമയത്ത് വിശ്വാസി പറയാ, ഇലാ ദാരിൽ ഹുമൂമി വൽ അഹ്സാൻ, എവിടേക്കാണ് എന്നെ മടക്കുന്നത്? ദുഃഖങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ലോകത്തേക്ക് വീണ്ടും മടക്കുകയാണോ? ഫയഖൂൽ,
ബൽ ഖദ്ദിമാനി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് എന്നെ കൊണ്ടുപോകും, എനിക്ക് ഇനി ദുനിയാവിലേക്ക് വരണ്ട. ഈ കഷ്ടപ്പാടും ദുരന്തവും ദുരിതവും നീതി നിഷേധവും വേദനയും നിറഞ്ഞ ഈ ലോകം വേണ്ട, എനിക്കെന്റെ റബ്ബിനെ കാണണം, എന്നെ ഒന്ന് കൊണ്ടുപോ, ആ നാഥനിലേക്ക് എന്നെ കൊണ്ടുപോ എന്ന് സത്യവിശ്വാസി പറയും. വഅമ്മൽ കാഫിർ, എന്നാൽ സത്യനിഷേധി അവനോടും മലക്കുകൾ ചോദിക്കും, നുർജിഉക്, നിന്നെ ഞങ്ങൾ മടക്കട്ടെ, ദുനിയാവിലേക്കൊന്ന് മടക്കി തരട്ടെ. ഫയഖൂൽ, ആ സമയത്ത് അവൻ പറയും, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ശരി ഒന്ന് മടക്കിത്താ, എന്നൊന്ന് മടക്കിത്താ, ഞാൻ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മം ചെയ്യാൻ എന്നൊന്ന് മടക്കിത്താ എന്ന് പിന്നെ സത്യനിഷേധികൾ പറയും എന്ന് ഇമാം ഇബ്നു ജരീർ തൊബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം എഴുതി വെച്ചു. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളും മരിക്കും, നമ്മളെ റൂഹ് പിടിക്കാൻ മലക്ക് വരും. ആ സമയത്ത് ഏറ്റവും അധികം നമുക്ക് ആവശ്യമുള്ളത്, ഏറ്റവും പിന്നെ നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് അമലു സ്വാലിഹാത്തുകൾ ജീവിതത്തിൽ ശേഖരിച്ചില്ല എന്നതാണ്, സൽക്കർമ്മങ്ങൾ സ്വരുക്കൂട്ടിയില്ല എന്നതാണ്, നന്മകൾ അധികരിപ്പിച്ചില്ല എന്നതാണ്. അതിന് പ്രായശ്ചിത്തമാണ് ഈ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ശീലിക്കുക, കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഐച്ഛികമാക്കിയ പ്രതിഫലം നൽകപ്പെടുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ഈ ദിവസവും മറ്റു ദിവസങ്ങളും ഒരിക്കലും ഒരുപോലെ ആകാൻ പാടില്ല. ഈ ദിവസവും മറ്റ് ദിവസങ്ങളും ഒരുപോലെ ആകരുത്. സാധാരണ ദിവസം പോലെ റമദാൻ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചല്ലോ, വിശുദ്ധ റമദാൻ നമ്മൾ ശ്രദ്ധിച്ചു. എന്തുകൊണ്ട്? റമദാനിലെ ദിവസവും സാധാരണ ദിവസവും ഒരുപോലെ ആവാൻ പറ്റില്ല. റമദാന് ചില പ്രത്യേകതകൾ നമ്മൾ കൊടുത്തു, അതുപോലെ കൊടുക്കണം. ദുൽഹിജ്ജക്ക് അതുപോലെ കൊടുക്കണം. ഈ 10 ദിവസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, സീനത്തുൽ ഹയാത്തിദ് ദുനിയ. മക്കളാകട്ടെ ധനമാകട്ടെ, എടുത്തല്ല പറഞ്ഞു അൽ മാൽ, നിങ്ങൾ ധനാകട്ടെ, ധനമാകട്ടെ, വൽ ബനൂൻ മക്കളാകട്ടെ, ഹയാത്തിദ് ദുനിയ അത് ദുനിയാവിന്റെ സീനത്തുകളാണ്, അലങ്കാരങ്ങളാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, എന്നാൽ അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ ഖൈറുൻ ഇൻദ റബ്ബുക സവാബൻ വ ഖൈറുൻ അമല, അവശേഷിക്കുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ബാക്കിയാവുന്നത് എന്താ? ബാക്കിയാവുന്നത് അസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ മാത്രമാണ്. ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറു അമല, അതാണ് നിന്റെ റബ്ബിന്റെ അടുത്ത് നല്ല പ്രതിഫലവും നല്ല പ്രതീക്ഷയുമുള്ള കാര്യം എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയാം. നിന്റെ കുട്ടികളുണ്ടല്ലോ, നിന്റെ ധനം ഉണ്ടല്ലോ, അതെല്ലാം എന്താണ്? അതെല്ലാം ദുനിയാവിൽ തന്നെ ഇട്ടേച്ച് പോകേണ്ടതാണ്. മരണത്തിന്റെ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട പലതും മറ്റുള്ളവരതാകാൻ പോകുന്നതാണ്. മരണത്തോടു കൂടി നിന്റെ പലതും അനന്തരാവകാശികൾ ഉപയോഗിക്കാൻ പോകുന്നതാണ്. മരിക്കുന്ന നേരത്ത് നിനക്കൊരിക്കലും നിന്റെ കെട്ടിയുയർത്തിയ സൗധം നിനക്ക് പ്രിയപ്പെട്ടതല്ല, നിന്റെ ഭാര്യ നിനക്ക് പ്രിയപ്പെട്ടതല്ല, നിന്റെ മക്കൾ പ്രിയപ്പെട്ടതല്ല, നിന്റെ കച്ചവടം പ്രിയപ്പെട്ടതല്ല. അന്ന് നിനക്ക് ഏറ്റവും പ്രിയം തോന്നുക അമലു സ്വാലിഹാത്തുകൾ ഉണ്ടായില്ലല്ലോ, അതുണ്ടാക്കണം എന്ന തോന്നലാണ് നിനക്കുണ്ടാവുക. അത് മാത്രമേ നിനക്ക് ഉപകാരപ്പെടുന്ന ദിവസങ്ങളാണ്. മലക്കുൽ മൗത്തിനെ നീ കണ്ടുമുട്ടിയ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല പറയാ, ധനവും മക്കളും. അപ്പോൾ അതാണല്ലോ നമ്മുടെ മക്കളും ധനവുമാണ് ഈ ദുനിയാവിൽ അങ്ങേയറ്റം അള്ളിപ്പിടിച്ച് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു പറയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാക്കിയാകുന്നത് സ്വാലിഹാത്തുകൾ മാത്രമാണ്, സൽക്കർമ്മങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കാം, പണത്തിന് വേണ്ടി ജീവിക്കാം, അതുപോലെ തന്നെ പലതിനും വേണ്ടി നമുക്ക് ജീവിക്കാൻ അനുവാദമുണ്ട്. പക്ഷേ ആ ജീവിതത്തിന്റെ ഇടയിൽ സൽക്കർമ്മങ്ങൾ പരമാവധി ജീവിതത്തിൽ സമ്പാദിക്കാനുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ മറ്റൊരു നിലക്ക് നടക്കണം. കാരണം ഇതെല്ലാം പോകുമ്പോൾ അവസാനം നമുക്ക് കൂട്ടിരിക്കുന്നത് അമൽ സ്വാലിഹാത്തുകളാണ്, സൽക്കർമ്മങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഖബറിൽ പോലും നല്ല സുന്ദരമായ ഒരു രൂപമായി ഈ അമൽ സ്വാലിഹാത്തുകൾ നമ്മോടൊപ്പം ഉണ്ടാകുന്നതാണ്. നമ്മളെ ഖബറിൽ ഇരുത്തുമ്പോഴേ അല്ലെ, പിന്നെ തെമ്മാടിയായ മനുഷ്യനെയും മുഅ്മിനായ സ്വാലിഹായ മനുഷ്യന്റെയും ഖബർ ജീവിതത്തെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞെന്നല്ലോ.
ആ ഖബർ ജീവിതത്തെ പറ്റി റസൂലുള്ള പറഞ്ഞപ്പോൾ നല്ല മനുഷ്യൻ, അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന മനുഷ്യൻ, അയാളുടെ സൽക്കർമ്മങ്ങൾ, അയാളുടെ നിസ്കാരം, അയാളുടെ നോമ്പ്, ഖുർആൻ പാരായണം, അയാളുടെ ദിക്ർ, അയാളുടെ സ്വലാത്തുകൾ, അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, ഇതെല്ലാം സമാധാനിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, മനസ്സിൽ പേടിയില്ലാത്ത, എന്നോടൊപ്പം ഏറ്റവും വിശിഷ്ടപ്പെട്ട ഒരാളുണ്ട് എന്ന ആ തോന്നൽ ഹൃദയത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് അവൻ്റെ അരികെ അവനെ തലോടിക്കൊണ്ട് സമാധാനപ്പെടുത്തിക്കൊണ്ട് ഒരു രൂപമായി, സുന്ദര രൂപമായി അവൻ്റെ അടുത്തിരിക്കും അമൽ സ്വാലിഹാത്തുകൾ. പിന്നെ സയ്യിആത്തുകളോ, തിന്മകളോ, അതൊരു ഭീകര രൂപമായി പേടിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, മനുഷ്യന്റെ മനസ്സിനെ, അവന്റെ മനസ്സിനെ സദാ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര രൂപമായി, അറക്കുന്ന, പേടിക്കുന്ന ഒരു രൂപമായിട്ട് വിശ്വാസിന്റെ ഖബറിൽ ഇരിക്കും എന്ന്, പിന്നെ മോശപ്പെട്ടവന്റെ ഖബറിൽ ഇരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, അത് ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും സമാധാനം നൽകുന്ന രൂപത്തിൽ നമ്മളടുത്തിരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ സമ്പാദിക്കണം, ഇപ്പം നമ്മൾ ചെയ്യണം. അതുകൊണ്ട് വിശ്വാസികളെ, ദുൽഹജ്ജ് 10 വിശേഷപ്പെട്ട വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ആ 10 ദിവസങ്ങളിൽ ഏതാനും ദിവസമാണ് കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾ സാധാരണ ദിവസങ്ങളെക്കാൾ അധികമായി ഖുർആൻ ഓതുന്നവരാകാൻ പരിശ്രമിക്കുക. സാധാരണ ദിവസങ്ങളെക്കാൾ അധികമായി സ്വലാത്ത് ചെല്ലുന്നവരാകാൻ പരിശ്രമിക്കുക. സാധാരണ ദിവസങ്ങളെക്കാൾ അധികമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ട് മാറുക. സാധാരണ ദിവസങ്ങളെക്കാൾ അധികമായി ദാനധർമ്മം ചെയ്യുന്നവരാവുക. എന്തൊക്കെ സൽക്കർമ്മങ്ങളുടെ ഹസനാത്തുകളുണ്ടോ, എന്തൊക്കെ പിന്നെ സ്വാലിഹാത്തുകളുണ്ടോ, അത് മുഴുവൻ പരമാവധി മറ്റു ദിവസങ്ങളെക്കാൾ അധികമായി ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുക. നമ്മുടെ കുടുംബങ്ങളെ മാറ്റുക. ഈ 10 ദിവസം വിശുദ്ധ റമളാൻ പോലെ നമുക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് മക്കളെയും കുടുംബത്തെയും ബോധ്യപ്പെടുത്തുക. ദുൽഹജ്ജ് 10 അത് പ്രത്യേകമായിട്ട് സ്വീകരിച്ച് ആചരിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറണം. റമളാൻ മാത്രമല്ല, ദുൽഹജ്ജ് 10ഉം അങ്ങനെ സ്വീകരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. റബ്ബ് സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധമായ ദുൽഹജ്ജ് 10 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് യൗമ അറഫ എന്നുള്ളത്, അറഫ ദിനം എന്നുള്ളത്. ആ അറഫ ദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ള വിശിഷ്ടമായ ഒരു സൽക്കർമ്മമാണ് അറഫയുടെ നോമ്പെടുക്കുക എന്നുള്ളത്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കപ്പെട്ടു, അൻ സൗമി യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പിനെപ്പറ്റി, അതിൻ്റെ പ്രതിഫലത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു. ഖാൽ, അവിടുന്ന് മറുപടി പറഞ്ഞു, യുകഫിറു സനതൽ മാളിയത വൽ ബാഖിയ. ആ കാര്യം യുകഫിറു സനതൽ മാളിയത വൽ ബാഖിയ, ഒരു വർഷം മുൻപുള്ളതും ഇനി ഒരു വർഷം വരാനുള്ളതുമായ പാപങ്ങളുടെ കഫാറത്താണ്, അതിൻ്റെ പിന്നെ പ്രായശ്ചിത്താണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ചെയ്ത പാപം ഈ ഒരു നോമ്പ് കൊണ്ട് അള്ളാഹു പുറത്തു നൽകും. ഇനി ഒരു വർഷം വരാനുള്ള ഒരു വർഷത്തെ പാപങ്ങളും ഈ അറഫ നോമ്പ് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരും. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് അത് സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളെ, അറഫ നോമ്പ് നമ്മൾ നോക്കുക. നമ്മുടെ നാട്ടിൽ തർക്കാണ്, സൗദി അറേബ്യയിലെ അറഫ നോമ്പിൻ്റെ അതേ ഡേറ്റ് നമ്മൾ കാണണം എന്ന അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. സൗദി അറേബ്യയിലെ പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമ്മളും പെരുന്നാൾ കഴിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. കാലങ്ങളായി മുസ്ലിം സൊസൈറ്റി ചെയ്തു വന്ന രീതി തന്നെ നമ്മൾ ചെയ്താൽ മതി. കാലങ്ങളായി മുസ്ലിം സൊസൈറ്റി ചെയ്ത രീതി ഏതാ? ഒരു 30 വർഷം മുമ്പ്, ഒരു 25 വർഷം മുമ്പ് സൗദി അറേബ്യയിലെ ഡേറ്റ്, അവിടുത്തെ അവസ്ഥയോ ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയില്ല. ഇവിടെ മാസം നോക്കിയിട്ട്, ഹിലാല് നോക്കിയിട്ടാണ് നമ്മുടെ ആളുകൾ ഇവിടെ 1-ാം തീയതി കുറിച്ചത്. അതുപോലെ തന്നെ നമ്മൾ പോയാൽ മതി. നമ്മൾ വഴിപിഴവിലാണെങ്കിൽ അന്നേ വഴിപിഴവിലാവേണ്ടിയിരുന്നു. തലമുറകളായിട്ട് ആകപ്പാടെ രക്ഷപ്പെട്ടത് ആധുനിക വാർത്താവിനിമയ
സാങ്കേതിക വിദ്യ വികസിച്ച കാലഘട്ടത്തിൽ ജനങ്ങൾ മാത്രം വഴിവഴക്കാത്തവർ, ബാക്കി എല്ലാവരും വഴിവഴിച്ചവർ ആവുന്നൊരവസ്ഥയിലേക്ക് പോകും. പല അറഫയും പല പെരുന്നാളും സൗദി അറേബ്യയിലും കേരളത്തിലും രണ്ടായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്, കാലങ്ങളായിട്ട്. അപ്പം അതുകൊണ്ട് ഇവിടത്തെ മാസപ്പിറവിയെ സ്വീകരിക്കുന്നതാണ് കൂടുതൽ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഖുറൈബ് റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ ഓരോ പ്രദേശങ്ങളുടെയും മാസപ്പിറവിയെ സ്വീകരിക്കലാണ് ശരി. ഹാക്കഥ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അങ്ങനെയാണ് നബി അങ്ങോട്ട് കൽപ്പിച്ചതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഹദീസുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷാമിൽ കണ്ട മാസവും മദീനത്ത് കണ്ട മാസവും രണ്ടായി തന്നെയാണ് സഹാബികൾ സ്വീകരിച്ചത്. നബി അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയുന്ന ഹദീസ് സ്വീകരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മാസം കാണുന്ന 1-ാം തീയതി തന്നെ കണക്കാക്കിയിട്ട് പോവുക. അറഫ അവിടാണല്ലോ അറഫ, അവിടാണ് എല്ലാം. ഹജ്ജും അവിടെ തന്നെയാണ്, അവിടാണ് പെരുന്നാൾ, അവിടാണ് അറവ് നടക്കുന്നത്, എല്ലാം അവിടെ തന്നെയാണ്. പക്ഷേ അതെങ്ങനെ സ്വീകരിക്കാനാണ് പഠിപ്പിച്ചത്? അത് സ്വീകരിക്കാൻ പഠിപ്പിച്ചത് ഓരോരുത്തരും ഹിലാൽ കാണുന്നതിനനുസരിച്ച് ചെയ്യാനാണ് പഠിപ്പിച്ചത്. ഓരോരുത്തരും ഹിലാൽ കാണുന്നതിനനുസരിച്ച് ചെയ്യാൻ പഠിപ്പിച്ചു. അതാണ് ശരിയായ രീതി, അതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. തർക്കവിതർക്കങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് ഹദീസിൽ വന്ന രീതി സ്വീകരിക്കലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം ഉളഹിയ്യത്താണ്. ഉളഹിയ്യത്ത് അറക്കാൻ കഴിവുണ്ടായിട്ടും ആളുകൾ പലരും അറക്കാത്തവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൻ കാന ലഹു സഅത്തുൻ, ആർക്കെങ്കിലും ഉളഹിയ്യത്ത് അറക്കാൻ കഴിവുണ്ടായിട്ടും വലം യുളഹി, എന്നിട്ടും അവൻ ഉളിഹിയ്യത്ത് അറുത്തിട്ടില്ലെങ്കിൽ ഫല തഖറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല, അവൻ നമ്മുടെ മുസല്ലയോട് അടുക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി പറയാ. എനിക്ക് എൻ്റെ നാട്ടിലെ ഉളിഹിയ്യത്തിൻ്റെ ഓഹരി കൊടുക്കാനുള്ള സമ്പത്തുണ്ട്, അതിനുള്ള ശേഷിയുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ പിശുക്കുകൊണ്ട് അത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുസല്ലയിലേക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ അവൻ വരണ്ട, അടുക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഴിവുണ്ടായിട്ടും കൊടുക്കാത്തതിനോട് എത്ര വെറുപ്പുണ്ട് റസൂലിന് എന്ന് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ ഹദീസ് തന്നെ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുമാറാകട്ടെ. സഹോദരങ്ങൾ, പെരുന്നാളിൻ്റെ 1-2 സുന്നത്തുകൾ കൂടി സൂചിപ്പിക്കുകയാണ്. പെരുന്നാൾ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും മൈതാനത്ത് വെച്ചിട്ടാണ് റസൂലുള്ളാഹി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മൈതാനത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. അപൂർവം മഴയുള്ള സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിയിലേക്ക് നമസ്കാരം മാറ്റിയതായിട്ട് കാണാൻ സാധിക്കും. അല്ലാത്ത സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ഈദ്ഗാഹുകളിലാണ് പെരുന്നാളുകൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ നമ്മളും ആ ചര്യയാണ് പിന്തുടരുന്നത്. ഇൻഷാ അള്ളാഹ് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് വരുന്ന വ്യാഴാഴ്ച 7:15 കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കാരം അറേഞ്ച് ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം മഴയുടെ ഒരു സൂചന അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ വന്നാൽ അവിടെ നമസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 7:30 നമ്മുടെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ആ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് 7:15 നിങ്ങൾ എത്തിച്ചേരുക. അവിടെ നിന്ന് മഴ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പള്ളിയിലേക്ക് തിരിച്ചു വന്ന് 7:30 നമസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ആ പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സുന്നത്ത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉളഹിയ്യത്ത് അറക്കാൻ നേർച്ചയാക്കിയിട്ടുള്ള ആളുകൾ അവർ നഖമോ മുടിയോ മുറിക്കാൻ പാടില്ല. അവർ ഉളഹിയ്യത്ത് അറുത്തതിന് ശേഷം മാത്രമേ നഖവും മുടിയും മുറിക്കാൻ പാടുള്ളൂ. അത് റസൂലുള്ളാഹിൻ്റെ ഒരു സുന്നത്താണ്. അതുപോലെ തന്നെ പരമാവധി പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു വഴിയിലൂടെ നിസ്കരിക്കാൻ പോവുകയും വേറൊരു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യുന്ന രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുള്ളത്. ധാരാളം തക്ബീറുകൾ ചൊല്ലുക, അത് സുന്നത്താണ്. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ട് പെരുന്നാളിൻ്റെ സന്തോഷം പങ്കിടുക, അതും അള്ളാഹുവിൻ്റെ റസൂൽ സുന്നത്താക്കിയ കാര്യമാണ്. പരസ്പരം കെട്ടിപ്പിടിച്ച് സ്വഹാബികൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ എന്ന ഒരു പ്രത്യേകം ആശംസകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സുന്നത്തും നന്മകളും എല്ലാ ഖൈറാത്തുകളും സ്വീകരിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്ടമായ ഈ ദിനരാത്രങ്ങൾ അതിൻ്റെ എല്ലാ ആദരവോടെയും സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിനരാത്രങ്ങളിൽ, വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ തന്നെ ധാരാളം അബദ്ധങ്ങളും പാപങ്ങളും നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല
പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും സൂക്ഷ്മതയോടെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കുന്ന രൂപത്തിൽ ഈ ദിവസങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ധാരാളം ആരാധിക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്ന, അവനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ അവനെ ആരാധിക്കാൻ ഈ ദിവസങ്ങളുടെ രാവും പകലും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും തൗബ ചെയ്ത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധരാകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടുകളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, പരിചയങ്ങളിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർക്ക് ആ ഹജ്ജ് എല്ലാ ഹൈറായ രൂപത്തിൽ നന്മയോടെ എല്ലാ പൂർണ്ണതയോടെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമാധാനത്തെ സന്തോഷത്തോടെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഫലസ്തീനിലുണ്ട്, മറ്റു രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിലുണ്ട്, പലയിടങ്ങളിലും ധാരാളം വിശ്വാസിനികൾ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസവും സമാധാനവും നീതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, അവരെ പ്രതിരോധിക്കുന്ന, അവരെ സഹായിക്കുന്ന ജനവിഭാഗങ്ങൾ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. അവരെ ദ്രോഹിക്കുന്നവരിൽ നിന്ന് അള്ളാഹു അവർക്ക് സംരക്ഷണവും പ്രൊട്ടക്ഷനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളെ അള്ളാഹു പിന്തിരിപ്പിക്കുമാറാകട്ടെ, നന്നാക്കുമാറാകട്ടെ. ഇനി നന്നാവാനും പിന്തിരിയാനും തയ്യാറല്ലാത്തവർ അള്ളാഹു ശിക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ശാപം അവരുടെ മേൽ ഇറങ്ങുകയും ആ ശാപത്തിൽ അവർ അവസാനിക്കുന്നത്, നശിക്കുന്നത് ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന രൂപത്തിൽ അള്ളാഹു അതിനൊരു മാതൃകയാക്കി, ഒരു അസറാക്കി, അടയാളമാക്കി എടുത്തു വെക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.